എന്തായാലും സംഗതിയേറ്റി. ഭാഗ്യം. മധുവേട്ടന് ഞാനാന്ന് മനസ്സിലായില്ല. എന്റെ അമ്മ പൊളിഞ്ഞോ? എന്താ മധുവേട്ട വിളിച്ചത്? വിശക്കുണ്ടോ? എപ്പോ വിളമ്പാം. എന്താടി ഇത്? അത് മനസ്സിലായി. ഇതെങ്ങനെ നമ്മുടെ ബെഡ്റൂമിൽ വന്നു? ഇത് കൊള്ളാം. അതെനിക്കെങ്ങനെ അറിയാം? നീ എന്റെ അടുത്ത് വിളച്ചിലെടുക്കരുത്. കാലത്ത് ഇത് വിട്ടുകൊണ്ടുവന്ന ലൈലയുടെ കരണം തടിച്ച നീയല്ലേ? പറയടി, നീയല്ലേ? അതെ, ഞാൻ തന്നെയാ. അവളുടെ ഒരു കരണത്തിലേ അടിക്കാൻ പറ്റുള്ളൂ എന്നുള്ള സങ്കടേ ഉള്ളൂ. അവളെ എന്തിനാ നീ അടിച്ചത്? എന്തിനാന്നാ ചോദിച്ചത്? എന്റെ ഭർത്താവിനെ വഴിതെറ്റിക്കാൻ വേറൊരുത്തി നോക്കുമ്പോ ഞാൻ പിന്നെ എന്ത് വേണം? കൈ വലിച്ച് കരണത്തടിക്കണോ അതോ കൈ കൊടുക്കണോ? എന്താ ഇരിപ്പ്! മുട്ടി ഉരുമി ഭാര്യ പോലല്ലേ ഇരുന്നിരുന്നത്. മധുവേട്ടനൊന്ന് എസ് മൂളിരുന്നെങ്കിലേ അവള് റിമോട്ടിൽ ഇരുന്നേനെ. തെറിച്ചവള്. മതി, നിർത്ത്. ഇന്ദു, ഇത് സിറ്റിയാണ്. ആണും പെണ്ണും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചെന്ന് വരും, ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്തെന്ന് വരും. ഇന്നത്തെ കാലം അതാണ്. അതിനൊക്കെ ഇങ്ങനെ ഡബിൾ മീനിങ് കാണാൻ പോയാൽ ഭയങ്കര കഷ്ടമാവും. മധുവേട്ടൻ എന്താ കൂത്താടിയോട് പറഞ്ഞേ? ഞാൻ ശുദ്ധ നാട്ടും പുറത്തുകാരിയാണെന്നല്ലേ? ഈ സ്വഭാവം കണ്ട എങ്ങനെ പറയാതിരിക്കും? ഉച്ചയ്ക്ക് ചോറെടുക്കാമെന്ന മണിയുടെ നട്ടെല്ലെറിഞ്ഞൊടിച്ചു. അത് ഓഫീസിൽ പാട്ടായി. നീയാണ് ലൈലയുടെ കർണത്തടിച്ചെന്നും കൂടെ അറിഞ്ഞ എന്റെ മാനം പോയത് തന്നെ. മാനം പോയാ തിരിച്ചെടുക്കാം, സ്വന്തം ഭർത്താവ് കൈവിട്ടു പോയാ തിരിച്ചെടുക്കാൻ പറ്റുമോ? എന്റെ ഇന്ദു, ഞാൻ തോറ്റു. നീ നിനക്ക് ശരിയെന്ന് തോന്നണ പോലെയൊക്കെ അങ്ങ് ചെയ്യ. എന്നെ വെറുതെ വിട്. അപ്പോ ഇന്ന് മധുവേട്ടൻ ആഹാരം കഴിക്കണില്ലാന്ന് അല്ലേ? ഭാര്യയും ഭർത്താവും ഒക്കെ താമസിക്കുന്ന വീടാവുമ്പോ വഴക്കും വക്കാണൊക്കെ പതിവാ. എന്ന് വെച്ച് അത്താഴ പട്ടണി എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആഹാരം കഴിക്കില്ലെന്ന് ഞാൻ പറഞ്ഞോ? പറഞ്ഞോന്ന്? ഇല്ല. പിന്നെ? അല്ല, ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടായ ആഹാരം കഴിക്കില്ലെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. പോയി ചോറ് വിളമ്പടി. ആർക്കായി പ്ലേറ്റ്? എനിക്ക്. നീ ഇന്ന് ഉണ്ണുന്നില്ല. ഇല്ല മതേട്ടാ, ഞാനിന്ന് ഉണ്ണുന്നുണ്ട്. ഉണ്ണുന്നില്ല. നീ ഇന്ന് ചെയ്ത തെറ്റിന് ഇതാണ് ശിക്ഷ. ഒരു ദിവസം പട്ടിണി കിടന്നാ എന്ന് ഓർക്കും, പിന്നെ നീ ആവർത്തിക്കില്ല. എഴുന്നേറ്റോ. എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റില്ല കേട്ടോ. കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാ കഴിക്കാൻ പാടില്ല. എഴുന്നേക്കടി, എഴുന്നേക്കാൻ. എന്നാ വിട്ട് വിഴുങ്ങിക്കോ. ആ കോഴി പൊരിച്ച് തിന്നാൻ മറക്കണ്ട കേട്ടോ.